സമർപ്പിതരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മളുടെ രൂപതയുടെ വചന പ്രഘോഷണത്തിൻ്റെ 2ാം ദിവസമായ ഇന്ന് ആദ്യം നിങ്ങളുടെ പക്കൽ വരാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്മളുടെ ഈ വചന പ്രഘോഷണം നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടുതൽ ദൈവാനുഗ്രഹം കിട്ടാനുള്ള ഏറ്റവും വലിയ മാർഗമായിട്ട് തീരുമെന്ന് ഞാൻ കരുതുകയാണ്. ഇന്ന് കാലാവസ്ഥ അല്പം മോശമാണെങ്കിലും നിങ്ങൾ തരക്കേടില്ലാത്ത രീതിയിൽ പള്ളി നിറയെ ആളുകളുണ്ട്. അതുതന്നെ വലിയ വിലപ്പെട്ട ഒരു കാര്യമാണ്. അച്ഛൻ നിങ്ങളെ നല്ലപോലെ ബോധവൽക്കരിച്ചു എന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണല്ലോ. ഞാൻ ഈ ധ്യാന ദിവസങ്ങളിൽ 1-2 തിരുവചനങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങളോട് ആദ്യമായിട്ട് പറയുന്ന വചനം വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി മിശിഹായെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:17 വിശ്വാസം ഉണ്ടാകുന്നത് കേൾവിയിൽ നിന്നാണ്. ഈശോ പലപ്പോഴും നമ്മളോട് പറഞ്ഞിരുന്നല്ലോ, ചോദിച്ചിരുന്നല്ലോ, നിങ്ങൾ എന്ത് കേൾക്കുന്നു? നിങ്ങൾ ദൈവവചനമാണോ കേൾക്കുന്നത്, അതോ നിങ്ങൾക്കിഷ്ടമുള്ള വചനങ്ങൾ, തമാശകൾ, കുറ്റം പറച്ചിലുകൾ, ഏഷണികൾ അതാണോ? വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി പ്രസംഗത്തിൽ നിന്നുമാണ്. ഇവിടെ തുടർച്ചയായിട്ട് അച്ഛന്മാരും പ്രദേശും അൽമായരും സിസ്റ്റേഴ്സും ഒക്കെ നിങ്ങളോട് പ്രസംഗിക്കും. ആ കേൾവി മിശിഹായെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നാണ്. ഇവിടെ നടക്കുന്ന പ്രസംഗങ്ങളെല്ലാം മിശിഹായെക്കുറിച്ചാണ്. മിശിഹായെ നമ്മുടെ മുമ്പിൽ ഒന്നുകൂടെ കൊണ്ടുവരുന്നതിന്, കേൾക്കുന്നതിന്, നമ്മുടെ മനസ്സിൽ സ്വീകരിക്കുന്നതിന്, അങ്ങനെ ആ കേൾവിയും വിശ്വാസവും ഈശോയും തമ്മിലുള്ള ആ ബന്ധം നമ്മൾ അരക്കിട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ പ്രധാനമായിട്ട് ഈ ദിവസങ്ങളിൽ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ആ ഭാഗത്തിൽ ഓരോ തിരുവചനവും ഓരോ പള്ളിയിലും 2-3 മിനിറ്റ് ഒന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത്. ആ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മത്തായും മറിയവും ലാസറും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട വീട്. അങ്ങനെ ലാസർ രോഗിയാകുന്നു, മരിക്കുന്നു. യഹൂദന്മാർ ഈശോയുടെ അടുത്ത് പോയി പറയുന്നു. അതിനുശേഷം മത്തായുമായിട്ട് ഈശോ വീട്ടിൻ്റെ പരിസരത്ത് വന്ന് സംസാരിക്കുന്ന ആ പശ്ചാത്തലത്തിൽ ഈശോ മർത്തായോട് പറയുന്ന ഒരു തിരുവചനം മാത്രം ഞാൻ പങ്കുവയ്ക്കുകയാണ്. നിന്റെ സഹോദരൻ ഉയർത്ത് എഴുന്നേൽക്കും. നിന്റെ സഹോദരൻ ഉയർത്ത് എഴുന്നേൽക്കും. നമ്മൾ ഈ ധ്യാന ദിവസത്തിൽ നമ്മുടെ മനസ്സിൽ മാഞ്ഞു പോകാതെ ആ തിരുവചനം നമ്മൾ സൂക്ഷിക്കണം. ലാസർ മരിച്ച് 4 ദിവസമായി കല്ലറയ്ക്ക് അകത്ത് കിടക്കുകയാണ്. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് ഈശോ പറയുന്നത്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. വലിയ ഒരു പ്രബോധനം കൊടുത്ത് കർത്താവ് ആ സ്ത്രീയെ വേദപുസ്തകത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. മരിച്ചവരുടെ ഉയർപ്പ്, നിത്യാനന്ദം, നിത്യസൗഭാഗ്യം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. പക്ഷേ അതിന് ഒരു പശ്ചാത്തലം അതിന് മുമ്പ് കർത്താവ് പറഞ്ഞിരുന്നു, നീ വിശ്വസിക്കുന്നു എങ്കിൽ മാത്രം. നോക്കുകയാണ് തമ്മിലുള്ള കണക്ഷൻ. ലാസർ ഉയർത്ത് എഴുന്നേൽക്കണമെങ്കിൽ മർത്തായ്ക്ക് വിശ്വാസമുണ്ടായിരിക്കണം. നീ വിശ്വസിക്കുന്നു എങ്കിൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. നിന്റെ സഹോദരൻ ഉയർത്ത് എഴുന്നേൽക്കും. അങ്ങനെ 2 വലിയ കാര്യങ്ങൾ കർത്താവ് അവിടെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ വിശ്വാസം വഴിയാണ് എല്ലാ ഉണർവും, എല്ലാ ഉയർത്തെഴുന്നേൽപ്പും, എല്ലാ പ്രത്യാശയും ഉണ്ടാകേണ്ടത്.
നമുക്ക് വിശ്വാസമില്ലെങ്കിൽ ഉയർപ്പില്ല. മരിച്ച് അടക്കപ്പെട്ടവരെ പോലെ നിർജീവമായിട്ട് നമ്മൾ ഒരു തരത്തിൽ മുമ്പോട്ട് പോകുന്നു എന്ന് മാത്രമാണ്. നമ്മൾ ഈ ഗ്രാൻഡ് മിഷൻ നടത്തുന്നത് തന്നെ അതിനുവേണ്ടിയാണല്ലോ. ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ വലുത്, ശ്രേഷ്ഠമായത്, മഹോന്നതമായത്, സാധാരണ നമ്മൾ കാണാത്തത്, വളരെ അപൂർവമായിട്ട് കണ്ടുമുട്ടുന്നത്, ഗുണനിലവാരമുള്ളത്, ഉന്നതത്തിലുള്ളത്, ഇതാണ് ഗ്രാൻഡ്. നമുക്കിത് ഗ്രാൻഡ് മിഷനാകുന്നത് ദൈവവചനം കൊണ്ട് നമ്മുടെ മനസ്സുകൾ നമ്മൾ ഉയർപ്പിൻ്റെ പാത്രങ്ങളാക്കി മാറ്റുമ്പോഴാണ്. വളരെ സങ്കടപ്പെട്ട് നിന്നിരുന്ന ആ സ്ത്രീകളോട്, മത്തായിയോട് പ്രത്യേകിച്ച് ഈശോ പറയുന്നതാണ്, നീ വിശ്വസിക്കുന്നെങ്കിൽ ചീഞ്ഞ് തുടങ്ങിയ ആ ശരീരം ഉയർത്തെഴുന്നേൽക്കും, നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, സമൂഹപരമായ ജീവിതത്തിലുമൊക്കെ ഇതുപോലുള്ള ചീയലുകൾ, വിശ്വാസത്തിൽ ഉണർവില്ലായ്മ, കുടുംബത്തിൽ സ്നേഹമില്ലായ്മ, മദ്യപാനം കൊണ്ടുണ്ടാകുന്ന വിപത്തുകളൊക്കെ ഉണ്ട്. കേവലം 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു ചേട്ടനെ കുറിച്ചുള്ള കഥ മാത്രമല്ല, ആ കഥ നമ്മളുടെ ഓരോരുത്തരുടെയും കഥയാണ്. എമെരിറ്റൂസ് പാപ്പ ബെനഡിക്ട് പിതാവ് ഒരിക്കൽ പറഞ്ഞല്ലോ, ലാസർ നമ്മൾ ഓരോരുത്തരുമാണ്. നല്ല വിശ്വാസമുണ്ടായിരുന്ന, ഈശോയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഒരു വ്യക്തി ആ ചൂടിൽ നിന്ന് മാറി തണുപ്പനായി മരിച്ച് അടക്കപ്പെട്ട് ചീഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസിയുടെ പരാജയമാണ് അവിടെ എടുത്തു കാണിക്കുന്നത്. അവിടെയാണ് നമുക്ക് ഉയർപ്പുണ്ടാകേണ്ടത്. ശ്രേഷ്ഠമായ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത്. അതുകൊണ്ട് നമ്മളിവിടെ പ്രാർത്ഥനാപൂർവം ഈ ദിവസങ്ങളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ കേൾക്കുന്ന പ്രസംഗങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ച് അതിൻ്റെ ഫലം കൊയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ വന്നപ്പോൾ 30 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പേര് ജോൺ പോൾ എന്ന പേരെടുത്തപ്പോൾ അന്ന് പത്രങ്ങളിലെല്ലാം മാർപ്പാപ്പായുടെ ചോദ്യമുണ്ടായി, എന്തുകൊണ്ടാണ് ഇരട്ടപ്പേരെടുത്തത്? മാർപ്പാപ്പമാർ അങ്ങനെ പേരെടുക്കാറില്ലായിരുന്നല്ലോ. അപ്പോൾ മാർപ്പാപ്പ ഒരു വിശദീകരണം പറഞ്ഞു. എൻ്റെ തൊട്ടു പുറകിലുള്ള പൗലോസ് മാർപ്പാപ്പായെയും 23-ാം ജോൺ മാർപ്പാപ്പായെയും എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും ആ വ്യക്തിത്വത്തിൻ്റെ നല്ല വശങ്ങൾ എന്നെ സ്വാധീനിച്ചതുകൊണ്ടാണ് ഞാൻ ജോൺ പോൾ എന്ന പേരെടുത്തത്. പൗലോസ് മാർപ്പാപ്പായും യോഹന്നാൻ മാർപ്പാപ്പായും. അതിന് പിന്നീട് അന്ന് ബെൽജിയംകാരനായ കർദിനാൾ സൂനൻസ് ഒരു വിശദീകരണം കൊടുത്തു. മാർപ്പാപ്പ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്: ആ രണ്ട് വ്യക്തികളെ യാതൊരു ബന്ധവുമില്ലാതെ ചരിത്രത്തിലെ രണ്ട് വ്യക്തികളായിട്ട് മാത്രം കാണുകയല്ല, അത് ഓക്സിജനും ഹൈഡ്രജനും പോലെ ആ രണ്ട് യാഥാർത്ഥ്യങ്ങളെ കൂട്ടിയോജിപ്പിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള വെള്ളം, ജലം ഉണ്ടാവുകയാണ്. ഈ ജോൺ പോൾ എന്ന പേരിലൂടെ മൂന്നാമത് ക്വാളിറ്റിയുള്ള, എല്ലാവർക്കും ലോകത്തിൽ ആവശ്യമുള്ള ഒരു യാഥാർത്ഥ്യമായിട്ട് അദ്ദേഹം മാറാൻ ആഗ്രഹിക്കുന്നു. അതാണ് ആ രണ്ട് പേരിൻ്റെ അർത്ഥമെന്ന് വിശദീകരിക്കുകയുണ്ടായി. നിങ്ങളിവിടെ 3-4-5 പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഇതൊന്നും തമ്മിൽ ബന്ധമില്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നരുത്. ഇതെല്ലാം കൂട്ടിയോജിപ്പിക്കുമ്പോഴാണ് നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉത്ഥാനം, പുനരുത്ഥാനം, സജീവത, സന്തോഷം, സംതൃപ്തി ഒക്കെ ഉണ്ടാകുന്നത്. കർത്താവ് ലാസറിന്റെ ഉയർപ്പിലൂടെ അവിടുത്തെ സമൂഹത്തിന്, അവിടുത്തെ വീടിന് കൊടുക്കാൻ ആഗ്രഹിച്ചതും അതായിരുന്നല്ലോ. ഈശോയാകുന്ന ആ വെളിച്ചം നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുവാനുള്ള വലിയൊരു പരിശ്രമമായിരുന്നു. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. നിങ്ങളുടെ സജീവമായ സാന്നിധ്യത്തിനും ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് നൽകുന്ന നേതൃത്വത്തിന് പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെ എല്ലാവരെയും വിശുദ്ധ അൽഫോൻസാമയ്ക്ക് സമർപ്പിച്ച് ദൈവത്തിന് മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.